മുംബൈയിലെ ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമൊരുക്കിയ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ വാർത്തയാണ് ഇന്നു മുതൽ ചക്രമുരുളാൻ പോകുന്നു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലത്തിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കും? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവി മുംബൈയുടെ വികസനത്തിൽ ഏറെ നിർണായകമാകുന്നതാണ് ഈ അതിവേഗ ആറുവരിപ്പാത. എഞ്ചിനീയറിംഗ് മികവ് എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനപാതയായി മാറുകയാണ് അടൽ സേതു കടൽപാലം. മുംബൈയിലെ ശിവരിയിൽ നിന്നും നവി മുംബൈയിലെ നാവസേവയിലേക്കെത്തുന്ന കടൽപാലം ദൂരം 21.8 കിലോമീറ്റർ. ഇതിൽ 16.5 കിലോമീറ്റർ പൂർണ്ണമായും കടലിനു കുറുകെ. വാണിജ്യ നഗരത്തിന്റെ സ്പന്ദനം ഏറ്റുവാങ്ങി അടൽ സേതുവിലൂടെ ഇനി യാത്ര ചെയ്യാം. മുംബൈ നഗരത്തിൽ നിന്ന് നവി മുംബൈയിലേക്കുള്ള യാത്രാസമയം 1.5 മണിക്കൂറിൽ നിന്ന് 20 മിനിറ്റായി ചുരുങ്ങും. പൂനെ, ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാസമയവും ചുരുങ്ങും. നിർദ്ദിഷ്ട നവി മുംബൈ വിമാനത്താവളവും JNPT തുറമുഖവും നഗരത്തോട് കൂടുതൽ അടുക്കും. പുതുതായി വിഭാവനം ചെയ്യുന്ന തേർഡ് മുംബൈ എന്ന ഉപനഗരത്തിന്റെ വളർച്ചയും ഈ കടൽപ്പാലത്തിലൂടെയാകും. പ്രതിദിനം ശരാശരി 70,000 വാഹനങ്ങൾ കടന്നുപോകുമെന്നാണ് കണക്കുകൂട്ടൽ. ദക്ഷിണ മുംബൈയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തീരദേശ റോഡിനെ കടൽപാലവുമായി ബന്ധിപ്പിക്കും. ഓപ്പൺ ടോൾ സംവിധാനമാണ് പാതയിൽ ഉപയോഗിക്കുക. കാറുകൾക്ക് 250 രൂപയാണ് ടോൾ. എല്ലാ വർഷവും 6% വീതം ടോൾ നിരക്ക് ഉയരും. 30 വർഷത്തേക്ക് ടോൾ പിരിവുണ്ടാകും. ആയിരത്തി 1990കളിൽ കടൽപ്പാലത്തെക്കുറിച്ച് ആലോചനകളുണ്ടായിരുന്നു. പല കാരണങ്ങളാൽ തടസ്സപ്പെട്ട പദ്ധതി 2017ലാണ് പൊടി തട്ടിയെടുത്തത്. 2018ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. 17,843 കോടിയാണ് മുടക്കുമുതൽ. പദ്ധതി തുകയുടെ 85% ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി നൽകി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത്. ലോകത്തെ നീളം കൂടിയ 15 പാലങ്ങളുടെ പട്ടികയിലും ട്രാൻസ് ഹാർബർ ലിങ്ക് ഇടം പിടിച്ചു കഴിഞ്ഞു. നീളത്തിൽ ലോകത്ത് 12ാം സ്ഥാനമാണ് അടൽ സേതു കടൽപ്പാലത്തിനുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.